So hello dear students. So after discussing the various types of working capital, now we are going to discuss about the importance of working capital. So we have came across the meaning of working capital, and also we have studied what will be the different types, and we have had a detailed discussion about all the different types of working capital that are generally taken over by every business unit to make sure that their day-to-day activities are undertaken properly without any delay. So this working capital arrangement is done in the business to make sure that there is no lag or no interruption to the production of our business. So that is a major aim of every business, to find or to allocate for our working capital. Now we will see in detail what are the importance of working capital for a business. For a business, വർക്കിംഗ് ക്യാപിറ്റൽ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടുള്ള ഓരോ ബിസിനസ്സിനും കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇവിടെ പറയാനായിട്ട് പോകുന്നത്. അപ്പം അത് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എടുക്കാനായിട്ട് പറ്റുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു പേഴ്സണൽ എക്സ്പെൻഡിച്ചറിനെ പറ്റി ചിന്തിക്കുക. ഇപ്പൊ നമുക്കറിയാം, നിങ്ങൾക്ക് ഇപ്പം പ്രത്യേകിച്ച് ജോലികളൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല. ഇപ്പൊ നിങ്ങൾ പഠനം എന്നുള്ള ഒരു മാർഗത്തിലൂടെ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മൾ ഓരോ എമൗണ്ട് നമ്മൾ സേവ് ചെയ്യുന്നത് നമ്മളുടേതായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാനായിട്ട് അല്ലെ. ഇപ്പൊ ബിസിനസ്സിന് ഇതുപോലെയുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാനാണ് ആക്ച്വലി എന്തുള്ളത്, വർക്കിംഗ് ക്യാപിറ്റൽ ഉള്ളത്. അതായത് അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, നിങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് എന്ത്, ഈ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പൊ വർക്കിംഗ് ക്യാപിറ്റലിന് 3 ഡിഫറെന്റ് മോഡ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് ചിലപ്പം നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാനായിട്ടുള്ള പോക്കറ്റ് മണി കാണും അല്ലെ. അപ്പൊ അതിന് നമ്മൾ എന്ത് പറയുന്ന, ഇത് ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെ. നിങ്ങൾക്ക് ഒരു ആവശ്യം വരുന്നു, നിങ്ങൾക്ക് ഫോൺ റീചാർജ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എന്നാ പറഞ്ഞ ഒരു ഷോപ്പിൽ പോകണം, കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ അതിന് വേണ്ട പൈസ ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ നിങ്ങളുടെ പേരൻസിനോടൊന്നും ചോദിക്കണ്ട, നിങ്ങൾക്ക് അതിന് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന സിറ്റുവേഷൻ ആണ് യു ഹാവ് ആഡിക്വേറ്റ് മണി വിത്ത് അല്ലെ. ഇനി ചിലവരുടെ സിറ്റുവേഷൻ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. നമുക്ക് റീചാർജ് ചെയ്യണമെങ്കിൽ നമ്മൾ അപ്പനോട് ചോദിക്കണം, അല്ലെങ്കിൽ വീട്ടിലുള്ള ആരോടെങ്കിലും ചോദിക്കണം, അല്ലെങ്കിൽ നമുക്ക് വെളിയിലൊന്ന് പോയി നമ്മുടെ കൂട്ടുകാരോടുകൂടി ഒന്ന് അടിച്ചു പൊളിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പേരൻസിനോട് പൈസ ചോദിക്കണം. വിച്ച് മീൻസ് വാട്ട്, യു ആർ നോട്ട് ഹാവിങ് enough money with you, which means you will be running short of fund, or you are having deficient amount or deficiency of your amount. And in some cases, for some type of students, they have excess money with them അല്ലെ. നമുക്ക് റീചാർജ് ചെയ്യണമെങ്കിൽ 2 പേർക്ക് റീചാർജ് ചെയ്യാനുള്ള പൈസ അവരുണ്ട്. പിന്നെ ഏതെങ്കിലും പുറത്തു പോയി എന്തെങ്കിലും കഴിക്കണമെന്നെങ്കിൽ 10 പേരൊക്കെ ചെലവ് ചെയ്യാനായിട്ടുള്ള പൈസ അവരുടെ ഉണ്ടാവും. അതിനെന്തെന്ന് പറയുന്നത് ദി എമൗണ്ട് ഓഫ് എക്സസ് വർക്കിംഗ് ഓർ എക്സസ് എമൗണ്ട് ഓഫ് മണി വിത്ത് ഹിസ് ഹാൻഡ്. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ആവശ്യം മാത്രം മീറ്റ് ചെയ്യാനായിട്ടുള്ള പൈസയാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നടന്നു പോവുകയല്ലേ, നടന്നു പോകും. എന്നാൽ നിങ്ങളുടെ കയ്യിൽ അതിന് മീറ്റ് ചെയ്യാനായിട്ടുള്ള പൈസ ഇല്ലെങ്കിലോ, ഓരോ കാര്യവും നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും, അല്പം ഒന്ന് ചിന്തിച്ചിട്ടേ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ആ ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആരുടെയെങ്കിലും ഒരു ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് നമ്മൾ പ്രതീക്ഷിക്കും, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കും അല്ലെ. എന്നാൽ നിങ്ങളുടെ കയ്യിൽ കൂടുതൽ പൈസ ഉണ്ടെങ്കിലോ നമുക്ക് പോലും ഒരു കൺട്രോൾ ഉണ്ടാവില്ല എന്ത് ചെയ്യാൻ, ആ ഒരു പൈസ ചെലവാക്കാൻ. കാരണം നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്, ഒരുപാട് പൈസ ഇരിപ്പുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടതെന്ന് പോലും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് അറിവുണ്ടാവില്ല. അപ്പം നമുക്ക് കയ്യിലുള്ള പൈസ എന്ത് ചെയ്യില്ല, ഒരു പ്രോപ്പർ വേയിൽ പ്രോപ്പർ യൂട്ടിലിറ്റി എൻഷുർ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. സിമിലർ ഈസ് ദ കേസ് ഓഫ് ബിസിനസ് ടു. You should not keep too much amount of money in your current assets or in your working capital. And in different types of working capital, we have mentioned that it is the minimum amount of money that should be kept or that should be ensured in order to have a regular flow of our business activities. അപ്പം ഇതൊരു മാക്സിമം എമൗണ്ട് അല്ല, ഇറ്റ് ഈസ് ദ ബേസിക് മിനിമം എമൗണ്ട് ദാറ്റ് ഷുഡ് ബി ഇൻ യുവർ ഹാൻഡ്. അതുകൊണ്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ പേരൻസിന് വെൽ ബിഫോർ അറിയാവുന്നതുകൊണ്ടാണ്
നിങ്ങൾക്ക് ഒരുപാട് പൈസ ഒന്നും നിങ്ങളുടെ കയ്യിലേക്ക് തരാത്തത്. നിങ്ങൾക്ക് തന്നെങ്കിൽ പോലും നിങ്ങൾക്ക് തരുന്ന എന്താണ്? ഇറ്റ് ഈസ് ദ മിനിമം എമൗണ്ട് ഓഫ് മണി ദാറ്റ് യു നീഡ്. അല്ലെങ്കിൽ എന്താണ്, നിങ്ങൾ അതിന്റെ രണ്ട് എക്സ്ട്രീം സിറ്റുവേഷൻസ് ഡേഞ്ചറസ് ആണ്. എന്ത്? നിങ്ങൾക്ക് പൈസ ഇല്ലാത്തതും നിങ്ങൾക്ക് കൂടുതൽ പൈസയുള്ളതും രണ്ടും ഡേഞ്ചറസ് സിറ്റുവേഷൻസ് ആണ്. അപ്പൊ ബിസിനസ് എപ്പോഴും എന്താണ് ചെയ്യേണ്ടത്? ഈ വർക്കിംഗ് ക്യാപിറ്റലിനെ അതിന്റെ ഒരു ബാലൻസിൽ നിർത്തണം. ബാലൻസ് എന്ന് പറഞ്ഞാൽ there should not be any cases where you have deficiency of your fund. അത് നമ്മുടെ എന്ത് ചെയ്യും? നമ്മുടെ പ്രൊഡക്ഷനെ അഫക്ട് ചെയ്യും. And you should not have your excess money in your working capital. That will lead to improper or there can be sometimes wrong decision making by the top level management by seeing the values of your working capital. അപ്പൊ പലപ്പോഴും നമ്മളുടെ ഡിസിഷൻ മേക്കിംഗ് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എക്സസ് ആണെങ്കിലും നമ്മളുടെ ഡിസിഷൻ മേക്കിംഗ് തെറ്റിപ്പോകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ബിസിനസ് എപ്പോഴും അതിന്റെ വർക്കിംഗ് ക്യാപിറ്റലിനെ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം. ഡെഫിഷ്യൻസി ആണെങ്കിൽ ബിസിനസിന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ അത് അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെയാണ് ബിസിനസിന്റെ എക്സസ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിലും അതിന്റെ ആക്ടിവിറ്റീസിൽ നിന്ന് ചിലപ്പം ഡീവിയേറ്റ് ചെയ്യാൻ, ഡൈവേർട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ഫൈനാൻഷ്യൽ മാനേജർ എപ്പോഴും ചിന്തിക്കേണ്ടത് there should be adequate amount of working capital in your business. Now we will see what will be the advantages if the business is having an adequate system of working capital, or what can be the consequences or the problems that the business can come across while if they are having deficiency of the working capital. And we can see also what can be the net effect or the negative effects if the business is having excess working capital. So that are the topics that we are going to discuss today. So we can say, when we talk about the importance of working capital, the working capital is an endless requirement, right? It is not going to end. We know they are day to day, because we are treating a business as a going concern. Going concern here means the business will continue for an indefinite period of time. So there is no point of any closure of the business in the immediate future. And all the business persons also will be expecting what? They try to earn more and more amount of profit. So if they need more amount of profit, they should have what? Proper amount of വർക്കിംഗ് ക്യാപിറ്റൽ. നമുക്കറിയാമല്ലോ, ഒരു മരം നടുവാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു വാഴ വെക്കുവാണ്. ഈ വാഴ വെച്ചാൽ എന്താണ്? അതിന് പ്രോപ്പർ ടൈമിങ്ങിൽ വളം കൊടുത്തോണ്ടിരുന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആ വാഴ കൊലച്ച് നമുക്ക് ഫലം തരികയുള്ളൂ, റിട്ടേൺ. അപ്പൊ അത് ഒരിക്കൽ വാഴ വെച്ചിട്ട് ആ കുഴിയിലേക്ക് തിരിഞ്ഞു പോലും നോക്കാതിരുന്നാൽ എന്ത് ചെയ്യില്ല? വാഴ കൊലയ്ക്കും. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിട്ടേണും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഔട്ട്പുട്ടും ആ വാഴയ്ക്ക് തരാനായിട്ട് പറ്റില്ല. Similar is the case. There should be proper and continuous monitoring of your working capital should be there, and that should meet your endless requirements. The business is having so many requirements, and we should properly allocate working capital in order to meet the endless requirement. So if our requirements are not met, it will affect our functioning of the business. So there should be always uninterrupted flow of our funds. നമുക്ക് കാരണം നമ്മൾ പറഞ്ഞു ഓൾറെഡി, ഈ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടിന്യൂസ് ആണ്. കാരണം എന്താണ്? the current assets are keep on changing, and in order to meet this change in your current assets, there should be always uninterrupted flow of our fund. And when we try to explain the importance of working capital, we should understand the 3 levels of having working capital in our business. അപ്പൊ എല്ലാവരുടെയും ബിസിനസ്സിൽ എപ്പോഴും ഒരു ആഡിക്വസി അല്ലെങ്കിൽ ഒരു കൃത്യം ഒരു ബാലൻസ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് ക്യാപിറ്റൽ ആയിരിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇൻ യുവർ ബിസിനസ് you can have any of these 3 levels of your working capital. So which are the 3 levels? The adequate working capital level. The second one, there can be sometimes the shortage of your working capital, or the third case, there can be in your business the concept of excess working capital. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ നെയിംസ് ഇൻഡിക്കേറ്റ് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്തൊക്കെയാണ് ഇതിന്റെ അർത്ഥം. ഈ adequate എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് വേണ്ട അത്രയും എമൗണ്ട്, കൂടുതലുമില്ല കുറവുമില്ല, നമുക്ക് വേണ്ടത് എത്രയാണോ അത്രയും എമൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ദി adequate working capital എന്ന് പറയുന്നത്. So which means it is the amount which is very sufficient in order to meet the day-to-day activities of the business. So here adequacy means
the sufficient amount. നമുക്ക് വേണ്ടത്രയും, നമുക്ക് ആവശ്യമുള്ള അത്രയും, ഒട്ടും കൂടുതലുമില്ല ഒട്ടും കുറവുമില്ല, നമുക്ക് ആവശ്യമുള്ള അത്രയും നമ്മൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് മീറ്റ് ചെയ്യാനായിട്ട് വരുന്ന എക്സ്പെൻസ് എത്രയാണോ ബിസിനസ് അത് കണ്ടുപിടിച്ചിട്ട് അത്രയും എമൗണ്ട് അലോക്കേറ്റ് ചെയ്യുന്നതിന്, വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് അലോക്കേറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് എന്ത്? ദി adequate working capital. So this is adequate in order to meet the day-to-day expenses of our business. So sometimes due to certain cases or due to the lack of funds, or the business is just a startup business, they can run short of the working capital, which means what? They have the shortage. They have the shortage of funds in order to meet the day-to-day operation. നമ്മുടെ day-to-day activities അതിന്റെ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അതിന് ഈക്വലന്റ് ആയിട്ടുള്ള എന്തില്ല? വർക്കിംഗ് ക്യാപിറ്റൽ. So they are running short of the fund. That is known as what? The shortage of working capital. Or in some cases the business may have more than enough amount of working capital or your current assets in your business. That is known as what? The excess of working capital, which means it has more amount of working capital than it actually requires. So that can lead to what? That can lead to undue decision making or unnecessary decision makings in our business. Now we should explain what will be the importance or what are the positive impact of having adequate and what are the negative impacts of having short working capital and the excess working capital. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ നിങ്ങളോട് ചോദിച്ചാൽ നമ്മൾ ഈ 3 ലെവൽസിലുള്ള 3 കാഴ്ചപ്പാടുകളിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. കാരണം in the business, working capital can take any of these 3 forms, or either it can have adequate, or it can have shortage, or it can have excess. നമ്മൾ ഈ 3 സിനാരിയോസും എക്സ്പ്ലെയിൻ ചെയ്തെങ്കിൽ പോലും നമ്മളുടെ ബെസ്റ്റ് സിനാരിയോ എന്ന് പറയുന്നത് ഏതാണ്? ബെസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ്? ദി adequate working capital. നമുക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം എന്ത് ചെയ്താൽ മതി? വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്താൽ മതി. ഓക്കെ, ബാക്കി 2 സിറ്റുവേഷൻസും നമുക്കൊരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ്. ഒരു പോസിറ്റീവ് ആണ് നമുക്ക് പറയാൻ പറ്റില്ല. ഏത്? ഈ എക്സസും അതുപോലെ തന്നെ ഡെഫിഷ്യൻസി. എക്സസ് നല്ലതാണ് എങ്കിലും പല കേസസിലും ഈ എക്സസ് വർക്കിംഗ് ക്യാപിറ്റലും ബിസിനസിന് നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. സോ വി ക്യാൻ ഹാവ് എ വെരി ഡീറ്റെയിൽഡ് ഡിസ്കഷൻ അബൌട്ട് ദീസ് 3 ലെവൽസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. So first we can see about what are the advantages of having adequate working capital. So we are discussing around 8 to 9 different 9 to 10 different points will be discussed under each of the heads. And in order to have a very clear understanding, we have changed its order. The sequence of presenting these things in your book is changed. അപ്പൊ നമ്മൾ ഇതിനൊരു സീക്വൻസിൽ പഠിക്കുവാണെങ്കിൽ നമുക്ക് എന്താണ് ഓർത്തിരിക്കാനായിട്ടുള്ള എളുപ്പം ഉണ്ടാവും. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ സീക്വൻസ് ഒന്ന് ചേഞ്ച് ചെയ്തത്. ഓക്കെ, സോ ഫസ്റ്റ് വി വിൽ ബി സീയിങ് അബൌട്ട് the balancing level or the adequate level of working capital. So you can see the first point is related with it increases the fixed asset productivity. We know this working capital is actually a supporting element to your capital budgeting decisions. അല്ലേ? അപ്പം നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ സാധാരണ ഡിസിഷൻ മേക്കിംഗ് എടുക്കുമ്പോൾ ലോങ് ടേം ഡിസിഷൻ മേക്കിംഗ്സ് എടുക്കാറുണ്ട്, ഷോർട്ട് ടേം ഡിസിഷൻ മേക്കിംഗ്സ് എടുക്കാറുണ്ട്. ഈ ലോങ് ടേം ഡിസിഷൻ മേക്കിംഗ് ആണ് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ്. കാരണം എന്താണ്? ഇറ്റ് ഇൻവോൾവ്സ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഫണ്ട്. അപ്പൊ ഈ ലോങ് ടേം ഡിസിഷൻ മേക്കിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മളുടെ ഈ ഷോർട്ട് ടേം ഡിസിഷൻ മേക്കിംഗ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻസ് എടുക്കുന്നത്. അപ്പൊ നമ്മുടെ ബിസിനസിന്റെ ഒരു മാനുഫാക്ചറിംഗ് ബിസിനസിന്റെ മേജർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് ആണ്. So there involves a large number of fixed assets, and in order to have a proper utilization of our fixed assets, you should have what? Working capital in our business. Okay, നമ്മുടെ ഫിക്സ്ഡ് അസറ്റ്സുകൾ പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തുണ്ടാവണം? വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാവണം. അപ്പൊ നമ്മുടെ ബിസിനസിന്റെ പ്രൊഡക്ടിവിറ്റി നോക്കിയേ, നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? working capital കൊണ്ടാണ്. So you know, for fixed assets there are lot number of expenses, like your assets may be insured, so you should pay the insurance charges. Your assets may be kept in a building, that should be paid rentals, and your assets will be using electricity, so the electric charges will be there. Some persons will be employed to that particular fixed asset. You need to pay the salary or wages concerned to that particular members. So these all are related with what? To increase the productivity of our
business. First point in the adequate working capital on assets in their productivity increase. And also, if the productivity need to be increased, or if the fixed assets are to be properly utilized, there should be regular supply of raw materials. ഒരു വലിയ മെഷീനും കൊണ്ടുവന്ന് ഒരുപാട് ആൾക്കാരെയും കൊണ്ടുവന്ന് അവിടെ ബിസിനസ് നിർത്തിയിട്ട് കാര്യമില്ല. You should know what to be produced, and you should have enough raw materials to produce that. So there should be continuous flow of raw material in our business. This continuous flow of raw materials only will increase our productivity. So there should not be any interruptions in the supply of our raw materials. So regular supply of raw materials can be only ensured if you have adequate amount of working capital. അല്ലെ, raw materials എല്ലാവരും എപ്പോഴും ക്രെഡിറ്റ് തരണമെന്ന് ഒരു നിർബന്ധമില്ല. ചില കേസസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, raw materials വാങ്ങിക്കണമെങ്കിൽ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ചിലപ്പോൾ എമൗണ്ട് പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ആ പേയ്മെന്റ് നടത്തേണ്ട സമയത്ത് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് raw materials നമുക്ക് പ്രൊക്യൂർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ raw materials കറക്റ്റ് ആയിട്ട് പ്രൊക്യൂർ ചെയ്ത് അത് നമ്മളുടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ എത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ഫിക്സ്ഡ് അസറ്റ്സിനെ പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് ആ പ്രൊഡക്ടിവിറ്റി നമുക്ക് എൻഷുർ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. And if you have adequate amount of working capital, that will not be resulting in any distress sales. Distress means unprofitable sale. So sometimes you know that when the products are already produced and kept in our business, sometimes due to the low demand of the products or due to the unextreme situations in the market, you may be forced to sell your products at a lower price. അപ്പൊ നമുക്കറിയാം, നമ്മുടെ കയ്യിൽ നമുക്ക് ഇനഫ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വെറുതെ ഈ സ്റ്റോക്ക് ഒക്കെ നമുക്ക് തോന്നിയ വിലക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, വിറ്റെടുത്ത് പൈസ ഉണ്ടാക്കേണ്ട കാര്യമില്ല. ബിക്കോസ് വി ആർ ഹാവിംഗ് ഇനഫ് ബാലൻസ് വിത്ത് അവർ വർക്കിംഗ് ക്യാപിറ്റൽ. അല്ലെ, ചിലർക്ക് എന്താ, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് ഗുഡ്സ് ആയിട്ട് ഇരിക്കും അവിടെ, ഈ ഗുഡ്സ് വിറ്റിട്ട് വേണം വീണ്ടും എന്തായിട്ട് മാറാനായിട്ട്, അത് ക്യാഷ് ആയിട്ട് മാറാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ അവൻ എന്ത് ചെയ്യും, ദേ വിൽ ബി റണ്ണിങ് ഷോർട്ട് ഓഫ് ദി വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പൊ നമുക്ക് പ്രോപ്പർ ആയിട്ട് എല്ലാ വർഷവും വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കുറച്ച് നാളും കൂടെ വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് നമ്മളുടെ പ്രോഡക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, വിറ്റെടുക്കാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഒരു അൺഫ്ലോൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു റോങ് ഡിസിഷൻ മേക്കിംഗ് ആയിട്ടുള്ള ഒരു സെയിൽ അല്ലെങ്കിൽ അൺപ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു സെയിൽ നമുക്ക് പ്രോപ്പർ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഇല്ല. So we can say the first 3 points are related with the functioning of the business. Okay, the advantages which are related with the functioning of the business. അപ്പൊ നിങ്ങളുടെ ബുക്കുകളിലൊന്നും അങ്ങനെയൊന്നും ഇല്ല എങ്കിലും നമുക്ക് ഓർത്തിരിക്കാം ബിസിനസിന്റെ ഫംഗ്ഷൻ എന്താണ്, അല്ലെങ്കിൽ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിംഗ് ബിസിനസിന്റെ ഫംഗ്ഷൻ എന്താണ്, സാധനങ്ങൾ കൊണ്ടുവരിക അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് കൊണ്ടുവരിക, അത് പ്രൊഡ്യൂസ് ചെയ്യുക, അത് വിൽക്കുക, പൈസ ഉണ്ടാക്കുക, അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ഫംഗ്ഷനിങ് ആണ്. അപ്പം കറക്റ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അസറ്റ്സ് പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും, റോ മെറ്റീരിയൽസിന് ഒരു ഇന്ററപ്ഷനും ഉണ്ടാവില്ല, അതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ട് ഒരു സെയിലും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തും ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കുറവാണ്, നമുക്ക് ലോസ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയും കുറവാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ 3 പോയിന്റുകളും ഒരു ഫംഗ്ഷനിങ് എന്ന് പറഞ്ഞ ബിസിനസിന്റെ ഫംഗ്ഷനിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന അഡ്വാൻറ്റേജസ് ആണെന്ന് നമുക്ക് പറയാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത്, സോ ദ നെക്സ്റ്റ് പോയിന്റ്സ് ആർ റിലേറ്റഡ് വിത്ത് ദി benefits for the business. So that is related up till this point. These can be treated as what will be the general benefits which can be taken by the business if they are having adequate amount of working capital. അപ്പം പ്രോപ്പർ സെയിൽ ഉണ്ട്, നമ്മുടെ അസറ്റുകൾ പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് റോ മെറ്റീരിയൽസ് പ്രൊക്യൂർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ റൺ ചെയ്യുന്ന ബിസിനസ്സിന് എപ്പോഴും എന്തുണ്ടാവും, it can enhance the credit worthiness and goodwill. So what is the concept of credit worthiness? Credit worthiness means the ability of the business to meet its short-term liabilities. So if the working capital is there, the business will be able to meet the very short-term liabilities of the business. So there will not be any other type of debts. There are no other outside liabilities. At proper time they can manage or they can service their debts. As if they can maintain their debts properly,
if they can service their debts properly, that will automatically relate to what? That will automatically increase the goodwill of the firm. Proper ആയിട്ട് നമ്മൾ സപ്ലയേഴ്സിന് അവരുടെ എമൗണ്ട് കൊടുക്കുന്നു, വർക്കേഴ്സിന് നമ്മൾ എന്ത് ചെയ്യുന്നു, റെഗുലർ പേയ്മെന്റ് നടത്തുന്നു, അതുപോലെ തന്നെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്നു. അതൊക്കെ നമ്മുടെ എന്തിന്റെ ഒരു സൂചനയാണ്? ക്രെഡിറ്റ് വർത്തിനെസിന്റെ സൂചനയാണ്. അപ്പൊ അങ്ങനെ ക്രെഡിറ്റ് വർത്തിനെസ് നമ്മൾ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദാറ്റ് ബിസിനസ് യൂണിറ്റ് will increase, or in the public that business unit will have lot number of or high amount of goodwill can be raised by that particular business. അങ്ങനെ ഒരു നല്ലൊരു സൽപ്പേര് ആ ബിസിനസ്സിന് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ ക്രെഡിറ്റ് വർത്തിനെസ് ഉള്ള ബിസിനസ്സുകൾക്ക് എന്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റും? They can earn cash discount. So cash discount means that is the discount which is availed by a particular business when they are making prompt payment. നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മളുടെ പേയ്മെന്റുകൾ മീറ്റ് ചെയ്യുമ്പം, കൊടുക്കുമ്പം, സപ്ലൈസിന് അത് മീറ്റ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നതാണ് എന്ത്? ക്യാഷ് ഡിസ്കൗണ്ട്. എന്റെ പൈസ ഇല്ല, 5 മാസം കഴിഞ്ഞാൽ പൈസ തരാമെന്ന് പറയുന്നതിന് പിന്നീട് പൈസ കൊടുക്കുമ്പോൾ ക്യാഷ് ഡിസ്കൗണ്ട് കിട്ടുമോ? ഇല്ല. നമ്മൾ മേടിക്കുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ട് നമ്മൾ അതേ സമയത്ത് നമ്മൾ പേയ്മെന്റ് നടത്തുമ്പോൾ നമുക്ക് അവെയിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എന്ത്? ക്യാഷ് ഡിസ്കൗണ്ട്. So they can avail the benefit of the cash discount. Cash discount means the discount which is enjoyed by or by the business firm from the wholesaler or from the retailer when prompt payment is done. So that benefit can be availed if there is adequate amount of working capital, and also it increases the morale of the workers. So morale is a group activity, അല്ലെങ്കിൽ ഗ്രൂപ്പ് എഫേർട്ടിനാണെന്ന് പറയുന്നത് morale എന്ന് പറയുന്നത്. So if the business is having, or it creates, or this, if there is adequate amount of working capital, it automatically creates an environment of security. അല്ലെ? നമുക്ക് പ്രോപ്പർ ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതായത് സപ്ലൈസിന് പൈസ കൊടുക്കുന്നുണ്ട്, ആൾക്കാർക്ക് വേജസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബിസിനസ് നല്ല രീതിയിൽ റൺ ചെയ്തു പോകുന്നതുകൊണ്ട് തന്നെ ആർക്ക് ആ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും എന്തുണ്ട്? ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ആൻഡ് ദേ തിങ്ക് ദാറ്റ് ദ ബിസിനസ് ഈസ് റണ്ണിങ് എഫിഷ്യന്റ്ലി. അപ്പൊ ബിസിനസ്സിലേക്ക് കൂടുതൽ ആൾക്കാർ വരാനും അതുപോലെ തന്നെ ബിസിനസ്സിന് വേണ്ടി ജോലി ചെയ്യാനും ബിസിനസിന്റെ പ്രോഡക്റ്റുകൾ വാങ്ങിക്കാനും ഒക്കെ ആൾക്കാരുണ്ടാവും. സോ ദാറ്റ് ഇസ് എ ഗ്രൂപ്പ് എഫേർട്ട്, റൈറ്റ്? സോ ഇറ്റ് ഇൻക്രീസസ് ദി morale of the employees and all other stakeholders which are associated with the business. And if you have proper amount of working capital with you, you can overcome all the contingencies and also the financial crisis of the business. Business in the running in ഉണ്ടാകുന്ന any contingency situations, like it can be strikes, or it can be any type of lockdowns, or it can be fall in the market price. All such situations, all such financial crisis can be easily met if you are having adequate amount of working capital. At last, we can say that as the business is having enough amount of credit worthiness, they are able to meet its short-term liabilities. It creates a very good relationship between the banks and other financial institutions. അപ്പം നല്ലൊരു റിലേഷൻഷിപ്പ് ഞാൻ പറഞ്ഞല്ലോ, എംപ്ലോയി മൊറൈൽ, അത് എംപ്ലോയീസുമായിട്ടുള്ള ഒരു നല്ല റിലേഷൻഷിപ്പാണ്. അല്ലെങ്കിൽ ക്യാഷ് ഡിസ്കൗണ്ട്, അത് നമ്മുടെ ട്രേഡേഴ്സുമായിട്ടുള്ള ഒരു നല്ല റിലേഷൻഷിപ്പാണ്. അതുപോലെ തന്നെ നമുക്ക് പൈസ തരുന്ന ബാങ്കും അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അവരോടൊക്കെ ആയിട്ട് നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പ്, ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ്, ഒരു ഹെൽത്തി ഫൈനാൻഷ്യൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. സോ ദീസ് ആർ ദി ബെനിഫിറ്റ്സ് ദാറ്റ് ആർ എൻജോയ്ഡ് ബൈ ദി ബിസിനസ് ഡ്യൂ ടു ഹാവിംഗ് ഓർ ബിക്കോസ് ഓഫ് ഹാവിംഗ് adequate amount of working capital. അപ്പൊ നമ്മുടെ ഫംഗ്ഷനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മൾ ആദ്യം 3 എണ്ണം പറഞ്ഞത്. ഇനിയുള്ള 5 എണ്ണം ബിസിനസിന്റെ ജനറൽ ബെനിഫിറ്റ്സ്, അതായത് ഈ അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് ബിസിനസ്സിന് കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിപ്പം 5 പോയിന്റ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനിയുള്ള 3 പോയിന്റുകൾ ബിസിനസിന്റെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ടുള്ള എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ബിസിനസ്സിന് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. ഫ്യൂച്ചറിസ്റ്റിക്, ഇത് രണ്ടും റിയലിസ്റ്റിക് ആണ്. ഇനി ഒരു ഫ്യൂച്ചറിസ്റ്റിക്. So if the business is having adequate amount of working capital, they can enroll for different types of research and innovative programs.
അതായത് ബിസിനസിന്റെ ഡെവലപ്മെന്റിനും പുതിയ പ്രോഡക്റ്റുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനും പുതിയ മാർക്കറ്റ് റിസർച്ചസ് കണ്ടക്ട് ചെയ്യുന്നതിനും ബിസിനസ് എന്ത് ചെയ്യാം, ബിസിനസിന് അതിന്റെ ഫണ്ട് അലോക്കേഷൻസ് നടത്താനായിട്ട് പറ്റും. സോ ഇറ്റ് ഹെൽപ്സ് to create new things, or if no research program is possible to be undertaken without any sufficient amount of working capital. നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, ബിസിനസിന്റെ പുതിയ പ്രോഡക്റ്റുകൾ ഇറക്കണമെങ്കിൽ, ബിസിനസിന്റെ പുതിയ മാർക്കറ്റിലേക്ക് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ, അങ്ങനെയൊക്കെ ബിസിനസിനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യമേ ഒരു പ്രിലിമിനറി സ്റ്റഡി നടത്തണം, റിസർച്ച് വർക്ക് കണ്ടക്ട് ചെയ്യണം, ഇന്നോവേറ്റീവ് ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യണം. അതിനൊക്കെ ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് പറ്റുള്ളൂ. ഫണ്ട് ഇല്ലാത്തവർക്ക് എന്ത് പറ്റില്ല, ഈ പറഞ്ഞ റിസർച്ച് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് പ്രോഡക്ട്സ് ഒന്നും ഇറക്കാനായിട്ട് പറ്റില്ല. സോ വെൻ യു തിങ്ക് അബൌട്ട് ദി ഫ്യൂച്ചറിസ്റ്റിക് ആസ്പെക്ട്, lot amount of research activities and innovative programs can be adopted by the business which is having adequate amount of working capital. And also one of the expectation of every investor while investing in a business is to get a decent amount of return. So when they invest in the business, they will be expecting the payment of dividends. So if you have adequate amount of working capital, you can pay dividend also. It is not about payment of dividend with the help of working capital. Even if you pay the dividend also, your working capital liquidity position will not be affected if you are maintaining proper amount of working capital. അപ്പോൾ നമ്മുടെ ലിക്വിഡിറ്റി അഫക്ട് ചെയ്യില്ല. ഏത് കേസിൽ? വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന അല്ലെങ്കിൽ സാധ്യതയുള്ള ലിക്വിഡിറ്റി പ്രോബ്ലംസ് ഒരിക്കലും ബിസിനസ്സിന് ഉണ്ടാവില്ല. ആൻഡ് ഓൾസോ all the business personnel, they try to expand, they try to make their business to wider areas and make huge amount of profit. So if you are having adequate amount of working capital, you can also have the possibility of expansion of your market. So you can widen your capital base, or you can widen up your business base to different sectors, or even if to different products. So that can be also possible if you are having enough amount of working capital. അപ്പോൾ നമുക്കൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള adequate working capital എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് സിറ്റുവേഷൻ ആണ്. അവിടുത്തെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അതിനെ 3 കാറ്റഗറിയിൽ കാണാം. ഒന്ന് ഫംഗ്ഷനിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന, 2 ബിസിനസ്സിന് കിട്ടുന്ന ജനറൽ ബെനിഫിറ്റുകൾ, അതുപോലെ തന്നെ ബിസിനസ് ഓപ്റ്റ് ചെയ്യുന്ന ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ബെനിഫിറ്റുകൾ. ഇപ്പോൾ ഫംഗ്ഷനിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എന്തൊക്കെ ബെനിഫിറ്റുകൾക്കാണുള്ളത്? ബിസിനസിന്റെ അസറ്റുകൾ നമുക്ക് പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അസറ്റുകൾ യൂട്ടിലൈസ് ചെയ്യുന്നത് കൊണ്ട് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റോ മെറ്റീരിയൽസ് റെഗുലർ സപ്ലൈ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ പ്രോപ്പർ ആയിട്ടുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു അൺപ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു സെയിലും ഉണ്ടാകുന്നില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ജനറൽ ബെനിഫിറ്റുകൾ. അതായത് ബെനിഫിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ മെയിൻറ്റെയിനിങ് ഗുഡ് റിലേഷൻഷിപ്സ് ആണ്. എന്തുമായിട്ട്? ക്രെഡിറ്റ് വർത്തിനെസ് ഉണ്ടായത് കൊണ്ട് തന്നെ ഗുഡ് വില്ല് ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ട്രേഡേഴ്സുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഹോൾസെയിലേഴ്സുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് ഡിസ്കൗണ്ട്സ് കിട്ടും. അതുപോലെ തന്നെ എംപ്ലോയീസും മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഹൈ മൊറൈൽ ഇൻക്രീസ് ചെയ്യും. അതായത് എല്ലാവരുടെയും ഒരു ഗ്രൂപ്പ് ആറ്റിറ്റ്യൂഡ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. And also it helps in overcoming all the contingencies or any financial crisis, and also good relationship between the banks and other financial institutions. അപ്പോൾ ഇനി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ മാർക്കറ്റുകളിലേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മളുടെ ഡിവിഡൻസ് പേ ഓഫ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ലാസ്റ്റ് വൺ, യു ക്യാൻ അണ്ടർടേക്ക് വേരിയസ് ടൈപ്സ് ഓഫ് റിസർച്ച് ആൻഡ് ഇന്നോവേറ്റീവ് ആക്ടിവിറ്റീസ്. സോ ഇഫ് യു റീഅറേഞ്ച് യുവർ പോയിന്റ്സ്, ഇറ്റ് വിൽ ബി മോർ മീനിങ് ഫുൾ. നമുക്ക് അങ്ങനെ റീഅറേഞ്ച് ചെയ്തിട്ട് നിങ്ങൾ അതിന്റെ നോട്ട് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈ ഒരു കാര്യത്തിൽ ഈസിനെസ് ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഓൺ ദ ബേസിസ് ഓഫ് ദി സിമിലർ തിങ്സ് we can see what can be the problem if you are having deficiency in your working capital. So deficiency എന്ന് പറയുന്നത് comparatively a dangerous situation than excess working capital. അല്ലെ, ഇതൊരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ്. നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള പൈസ നമ്മുടെ കയ്യിൽ ഇല്ല എന്ന് പറയുന്നത് ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ്. സോ we can see what are the consequences of having deficiency of our working capital. So here also we can classify these points into the same categories like functioning, like benefits, and like futuristic events. So നമ്മൾ ആദ്യത്തെ 2 പോയിന്റുകളും മറ്റേതുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെയാണ് പറയുന്നത്. ഈ ആദ്യത്തെ 2 പോയിന്റുകളും
ഫങ്ഷനിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ഫങ്ഷനിങ്. നമ്മൾ നമ്മുടെ പ്രീവിയസ് കേസിൽ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? നമുക്ക് അഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതിന്റെ ഫംഗ്ഷനിങ് ബെനിഫിറ്റുകൾ എന്താ? അസറ്റ് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. 2, റോ മെറ്റീരിയൽസിന്റെ സപ്ലൈ അൺഇന്ററപ്റ്റഡ് ആയിട്ട് വെക്കാം. 3rd വൺ, നോ ഡിസ്ട്രസ് സെയിൽ. അപ്പം അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ വരുന്നത്. 1, അസറ്റുകൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. എവിടെ? അഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ. എക്സസ് ആണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ദ അസറ്റ് കനോട്ട് ബി പ്രോപ്പർലി യൂട്ടിലൈസ്ഡ്. ആൻഡ് സെക്കൻഡ് വൺ, നമുക്ക് adequate working capital ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? റെഗുലർ സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് ദാറ്റ് വിൽ നോട്ട് അഫക്ട് ദ പ്രൊഡക്ടിവിറ്റി, ഇറ്റ് വിൽ നോട്ട് അഫക്ട് ദി മാനുഫാക്ചറിംഗ് പ്രോസസ്. ബട്ട് ഇഫ് യു ആർ ഹാവിംഗ് ഡെഫിഷ്യൻസി ഇറ്റ് വിൽ അഫക്ട് അവർ പ്രൊഡക്ഷൻ പ്രോസസ്. അല്ലെ, നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ അഫക്ട് ചെയ്യും. കാരണം എന്താ? നമുക്ക് adequate ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് പ്രൊക്യൂർ ചെയ്യാൻ പറ്റുന്നില്ല. വി cannot take the advantage of procuring our raw materials. So this will affect our production process and will affect our productivity. അതുകൊണ്ട് തന്നെ അതെന്താണ്? നമുക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. സോ ദ റിമൈനിങ് 4 points will be related to the benefits. So the benefits here means it is related with creating relationships. നമ്മൾ അവിടെ പറഞ്ഞിരുന്നു എംപ്ലോയേഴ്സും അല്ലെങ്കിൽ എംപ്ലോയറും എംപ്ലോയിയും തമ്മിലും അതുപോലെ തന്നെ മറ്റ് എന്താ പറയുന്നത് സ്റ്റേക്ക് ഹോൾഡേഴ്സും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ദാറ്റ് വിൽ ഇൻക്രീസ് ദി എംപ്ലോയീസ് ആൻഡ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് മൊറൈൽ. So if you are having deficiency in working capital, this will affect the employee morale, because the employees will not be able to, or for the employees we cannot pay regular payment of salary cannot be done, or other benefits cannot be given, or for other stakeholders also the benefits cannot be given. So it automatically affects the employee morale. And also the relationship between the wholesalers and retailers, we cannot get any type of cash discount because you are not having enough money to pay at the point of sale. നമ്മൾ സെയിൽ നടക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ക്യാഷ് കൊടുക്കാനായിട്ടുള്ള കപ്പാസിറ്റി നമുക്കില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് അവൈൽ ചെയ്യാൻ പറ്റില്ല? ക്യാഷ് ഡിസ്കൗണ്ട്സ് നമുക്ക് അവൈൽ ചെയ്യാനായിട്ട് പറ്റില്ല. സിമിലർലി ദ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് cannot be utilized. So there are various types of business opportunities like trade discounts can be there, or like cash discounts can be there. Also business opportunity means the boom situation. അല്ല, ബിസിനസ് സൈക്കിൾ ഉണ്ട് എന്നാ, ബൂം, റിസഷൻ, ഡിപ്രഷൻ. അപ്പൊ ബൂം പീരീഡിലാണെങ്കിൽ പോലും ആ ബൂമിൽ ഉണ്ടാകുന്ന ഒരു സെയിൽ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകാൻ പറ്റുന്ന ഒരു പ്രോഫിറ്റ് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആക്സസ് ചെയ്യാനായിട്ട് പറ്റാതെ വരും. അതുപോലെ തന്നെ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ് cannot be availed. അപ്പൊ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റിയും നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റാതെ വരും. ഇപ്പൊ മാർക്കറ്റ് സൈക്കിൾ എന്ന് പറയുന്നുണ്ടല്ലോ, ഡിപ്രഷൻ, റിസഷൻ. അപ്പൊ മാർക്കറ്റിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ മാർക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ബെനിഫിറ്റ് അതുപോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ടാപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല ഇഫ് യു ആർ ഹാവിംഗ് ലോ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ വിത്ത് us. അപ്പൊ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസും ബിസിനസ് ഓപ്പർച്യൂണിറ്റീസും നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റാതെ പോകുന്നു. ഏതുള്ളപ്പം? നമുക്ക് ഡെഫിഷ്യൻസി ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഉള്ളപ്പോൾ. ഇനി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന് നമ്മൾ പറഞ്ഞിരുന്നു, ഗുഡ് വിൽ loses its goodwill or financial reputation. അത് വേണമെങ്കിൽ നമുക്ക് ബെനിഫിറ്റിന്റെ കൂടെ കേട്ടാൽ, നമ്മൾ നേരത്തെ ബെനിഫിറ്റിന്റെ കൂടെയാണ് അത് പറഞ്ഞിരുന്നത്. നമുക്ക് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസും മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസും ഒന്നും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ, അതുപോലെ തന്നെ മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ഡിക്രീസ് ദി ഗുഡ് വിൽ ഓഫ് അവർ ബിസിനസ്, ഓർ ഇറ്റ് വിൽ decrease the financial reputation of our business. And when related with the futuristic benefits or futuristic benefits of business, you can say that the dividend payment will be interrupted. It affects the dividend payment. കാരണം എന്താണ്? If the dividend is paid, that will affect your liquidity position. നമ്മുടെ liquidity position dividend pay ചെയ്താൽ മിക്കവാറും അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം നമുക്ക് എന്തില്ല? ഇനഫ് എമൗണ്ട് ഓഫ് കറണ്ട് അസറ്റ്സും ഇനഫ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലും നമുക്ക് ഇല്ല. അറ്റ് ദി എൻഡ് ദാറ്റ് വിൽ റിസൾട്ട് ഇൻ ബിസിനസ് ഫെയിലിയർ. സോ ദീസ് ആർ ദി areas to discuss relating to the consequences of our deficiency in working capital. അപ്പൊ നമുക്ക് adequate working capitalനെ പറ്റി ഒരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് എന്തിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ഡെഫിഷ്യൻസി ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിനെ പറ്റി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. അവിടെ നമ്മുടെ പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഫിക്സ്ഡ് അസറ്റ്സ് നമുക്ക് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സും പ്രൊഡക്ടിവിറ്റിയും നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, ആൻഡ് ഇറ്റ് ലീഡ്സ് ടു നെഗറ്റീവ്
creating negative relationship between different stakeholders, like it will decrease the employee morale. Similarly, there will not be any cash discounts cannot be availed, and also there can be the benefits of business opportunities and market opportunities also cannot be availed, and that will result in the loss of reputation of our business, or the goodwill will be affected. And last one, it affects the dividend payment, and also it leads to the business failures. So these are the problems relating to deficiency of working capital. ഇനി നമ്മൾ കാണാൻ പോകുന്നത് there can be some situations of excess working capital. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പൈസ, വേണ്ടതിൽ കൂടുതൽ പൈസ ഇരുന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ. നമുക്ക് എപ്പോഴെങ്കിലും എന്തുണ്ടാവും, അതിൻ്റെ അകത്തൊരു ഫ്ലോപ്പ് ഉണ്ടാവും. നമ്മൾ ഉദ്ദേശിക്കാത്ത, നമുക്ക് ആവശ്യമില്ലാത്ത പല കാര്യങ്ങളിലേക്കും നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം വിച്ച് ഈസ് മോർ വേഴ്സ് എന്ന് ചോദിച്ചാൽ അതിനർത്ഥം എന്ത് തന്നെയാണ്, ഡെഫിഷ്യൻസിയാണ്. അതായത് മോർ വേഴ്സ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഡെഫിഷ്യൻസി ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. കമ്പാരിറ്റീവ്ലി ബെറ്റർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, എക്സസ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. പക്ഷെ ബിസിനസ്സിന് അതിനെ പ്രോപ്പർ ആയിട്ട് ടാപ്പ് ചെയ്യാൻ, യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷെ എക്സസ് വർക്കിംഗ് ക്യാപിറ്റലും ബിസിനസ്സിനെ നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യും. സോ വി ക്യാൻ ഓൾസോ സീ വാട്ട് ആർ ദി കോൺസിക്വൻസസ് ഓഫ് എക്സസ് വർക്കിംഗ് ക്യാപിറ്റൽ. സോ ഫസ്റ്റ് വൺ ഹിയർ നമ്മൾ രണ്ട് മേജർ ഹെഡ്സിൽ മാത്രമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ദി ഫസ്റ്റ് വൺ ഈസ് റിലേറ്റഡ് വിത്ത് ദി functioning. So these points are related with the functioning, and the remaining points are related with the future of our futuristic activities of our business. So first one is related with the functioning of our business. നമ്മൾ ആദ്യം പറയുന്നത് ബിസിനസിന്റെ ഫംഗ്ഷനിങ്ങിനെ എങ്ങനെയാണ് ഇത് ഇമ്പാക്ട് ചെയ്യുന്നത്. ഒന്ന്, if you have excess working capital, it creates ideal fund. ഇപ്പോഴും നമ്മുടെ പോക്കറ്റിലും മറ്റു കാര്യങ്ങളിലും നമ്മൾ ഇപ്പോഴും പൈസ വിടവേ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ട് അക്കൗണ്ടിൽ പോലും വിടാതെ, it creates what? It creates ideal fund, which means it is not invested anywhere, or it is not used anywhere, or the benefit of that investment is totally ignored, because by creating ideal fund. So ideal fund means what? The fund which is not at all invested, and it is not at all earning any interest or any investment income. അപ്പൊ നിങ്ങളുടെ എക്സസ് ആയിട്ടിരിക്കുന്ന പൈസയിൽ കുറച്ച് പൈസയെങ്കിലും കൊണ്ട് ബാങ്കിൽ ഇട്ടിരുന്നെങ്കിൽ, മറ്റേതെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരുന്നെങ്കിൽ, പുതിയൊരു പ്രൊജക്ട് തുടങ്ങിയിരുന്നെങ്കിൽ, ഒരു പ്രോഡക്റ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഏണിങ്സ് ഉണ്ടായേനെ. അപ്പൊ കൂടിയ ഫണ്ട് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ that will result in what? Creating ideal fund. Ideal fund means not properly utilized. It will not result in any earnings, or it will not result in any income. So it can result in what? Creating ideal funds. This will also result in inefficiency in the organization. ഒരുപാട് പൈസ ഉണ്ട്, business is earning too much amount of profit, and also it is having balance amount in the in your current assets. So if you work too much hard, or if you are not working also, business will earn more amount of money, more amount of profit. Though this will result in what? It will create an inefficiency or unproductive atmosphere in the business organization. അപ്പൊ നമ്മുടെ കുറെ പൈസ ഇരിപ്പുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, ഇനി നമുക്ക് പ്രത്യേകിച്ച് പണിയേണ്ട ആവശ്യമൊന്നുമില്ല. ബിസിനസ് നല്ല എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ കറണ്ട് അസറ്റ്സിന് നല്ല എമൗണ്ട് അവിടെ കിടപ്പുണ്ട്, അല്ലെങ്കിൽ ബിസിനസിന് പ്രോഫിറ്റബിൾ ആണ്, ഇനി അധികം വർക്ക് ചെയ്തില്ലേലും കുഴപ്പമില്ല എന്നുള്ള ഒരു ലൂസ് മൈൻഡിലേക്ക് നമ്മൾ പോകും. ദാറ്റ് വിൽ ക്രിയേറ്റ് വാട്ട്? ഇൻഎഫിഷ്യൻസി ഇൻ ദി ഓർഗനൈസേഷൻ. ആൻഡ് ഓൾസോ ഇറ്റ് ഇൻക്രീസസ് ദി ക്യാരിയിങ് കോസ്റ്റ്. അതായത് നമ്മുടെ ഫണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് ഇൻവെന്ററി വാങ്ങിച്ചു വെക്കും. എന്ത് ചെയ്യാൻ? നമ്മുടെ ഫ്യൂച്ചറിസ്റ്റിക്ക് പിന്നെ ഇൻവെന്ററി വാങ്ങിക്കേണ്ട കാര്യമില്ലല്ലോ, സ്റ്റോക്ക് വാങ്ങിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഈ സ്റ്റോക്ക് അല്ല നമ്മൾ അവിടെ കൊണ്ട് സൂക്ഷിക്കും. അപ്പൊ നമുക്ക് എന്ത് വേണം? നമുക്ക് ചിലപ്പോൾ വെയർ ഹൗസിംഗ് ഫെസിലിറ്റീസ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഇഫ് യു ആർ ഹാവിംഗ് ലാർജ് എമൗണ്ട് ഓഫ് ഫണ്ട് വിത്ത് us, or if you are having excess working capital, that will result in unproductive decision making, like purchase of lot amount of inventories, or you are giving too much amount of credit to your debtors. അപ്പം നമുക്ക് ഉണ്ടാകുന്ന കറണ്ട് അസറ്റുകൾ ഉണ്ടല്ലോ, ഈ കറണ്ട് അസറ്റിലെ മേജർ കോമ്പോണന്റ് ആണ് ഇൻവെന്ററി. അപ്പം കൂടുതൽ എമൗണ്ട് ഓഫ് ഇൻവെന്ററി നമ്മൾ മേടിക്കുവാണെങ്കിൽ ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കണം. ആ സൂക്ഷിച്ചു വെക്കുന്നതിന് എന്താവും? ക്യാരിയിങ് കോസ്റ്റ് ആവും. സോ ദാറ്റ് വിൽ റിസൾട്ട് ഇൻ unnecessary amount of carrying cost. Carrying cost means
the cost required for keeping your inventories or maintaining your inventories. That is known as what we carry cost. And also there will be defective credit policy. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ആൾക്കാർക്ക് ചുമ്മാ കടം കൊടുക്കും. ഇപ്പൊ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, സാധനം വിറ്റുപോയാൽ മതി, പിന്നീട് പൈസ തന്നാൽ മതി. പിന്നീട് അവരെന്തായി തീരാനായിട്ടുള്ള സാധ്യതയുണ്ട്, അവര് ബാഡ് ഡെറ്റ് ആയിട്ട് തീരാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ജനറലി ദ ബിസിനസ് ഷുഡ് ഹാവ് ഓർ ബിസിനസ് ഷുഡ് ഫോളോ എ സ്ട്രിക്റ്റ് ക്രെഡിറ്റ് പോളിസി. നമുക്ക് പറ്റുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ എക്സസ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി കൂടെ ലൂസ് ആവും, നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് ഇച്ചിരി കൂടെ ലൂസ് ആവും. അവിടത്തേക്ക് നമ്മളുടെ ബിസിനസിന്റെ ഒരു എൻറ്റയർ ഫംഗ്ഷനിങ്ങിനെ അത് അഫക്റ്റ് ചെയ്യും. ആൻഡ് ഓൾസോ ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ഇൻഎഫിഷ്യന്റ് മാനേജ് ഓഫ് അവർ ഫണ്ട്. അപ്പൊ നമുക്കൊരു ടോട്ടൽ ഏരിയയിൽ ഇൻഎഫിഷ്യൻസി ആണ് നമുക്ക് ഉണ്ടാവുന്നത്. ഏതൊക്കെ കേസിൽ? നമ്മുടെ ഓർഗനൈസേഷനിൽ ഇൻഎഫിഷ്യൻസി ഉണ്ടാവുന്നുണ്ട്, നമ്മളുടെ ഇൻവെന്ററീസ് നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റാതെ പോകുന്നുണ്ട്, നമ്മുടെ ക്രെഡിറ്റ് പോളിസീസ് നമ്മൾ ഇൻഎഫിഷ്യന്റ് ആയിട്ടാണ് മാനേജ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ഇരിക്കുന്ന ഫണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഇൻഎഫിഷ്യന്റ് ആയിട്ടാണ് മാനേജ് ചെയ്യുന്നത്. അത് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു? ഐഡിയൽ ഫണ്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നു. വിച്ച് മീൻസ് there is an imbalance between liquidity and profitability. അപ്പം നമുക്ക് ഒരു പ്രോപ്പർ ബാലൻസ് ലിക്വിഡിറ്റി പ്രോഫിറ്റബിലിറ്റി നമ്മൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരുന്നു. കാരണം നമ്മൾ കൂടുതൽ ലിക്വിഡിറ്റി ബിസിനസ്സിൽ മെയിൻറ്റെയിൻ ചെയ്താൽ നമ്മുടെ പ്രോഫിറ്റബിലിറ്റിനെ ബാധിക്കും. കാരണം എന്താണ്? അത് നമുക്ക് വേറൊരിടത്ത് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇതിൽ കൂടുതൽ റിട്ടേൺ കിട്ടിയേനെ. ആ പറയുന്ന ഒരു ബെനിഫിറ്റ് നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റാതെ പോകുന്നു. സോ ദീസ് ആർ റിലേറ്റഡ് വിത്ത് ദി ഫംഗ്ഷനിങ് ഓഫ് അവർ ബിസിനസ്. അപ്പൊ ബിസിനസിന്റെ ഫംഗ്ഷനിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് എക്സസ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ എന്തൊക്കെ കോൺസിക്വൻസസ് ആണ് നമുക്ക് ഉണ്ടാവുന്നത്? എന്തൊക്കെയാണ്? ഐഡിയൽ ഫണ്ട്സ് ഉണ്ടാവും, ഇൻഎഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്യും, നമുക്ക് കൂടുതൽ ക്യാരിങ് കോസ്റ്റ് ഉണ്ടാവും, നമ്മൾ ക്രെഡിറ്റ് പോളിസി നമുക്ക് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ പോകുന്നു, അതുപോലെ നമ്മുടെ ഫണ്ട് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാതെ പോകുന്നു. സിമിലർലി when you think about the futuristic activity, your goodwill will be affected because you cannot manage your funds and lot amount of ideal funds are created and your business is not progressing, business is not having profitable ventures. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ബിസിനസ് goodwill also will be affected and sometimes you may follow liberal dividend policy. അല്ലെ, നമ്മുടെയൊക്കെ ബിസിനസിനെ എക്സ്പാൻഡ് ചെയ്യണമെങ്കിലും ബിസിനസിന് പുതിയ പ്രോഡക്റ്റുകൾ ഇറക്കണമെങ്കിലും ഡൈവേഴ്സിഫൈ ചെയ്യണമെങ്കിലും ഒക്കെ നമുക്ക് എന്ത് വേണം? ഫണ്ട് വേണം. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എന്താണ്? വർക്കിംഗ് ക്യാപിറ്റലിന് ഫണ്ട് ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്തേക്കാം? ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തേക്കാം, ഒരു കുഴപ്പമില്ല, കൂടുതൽ നമുക്ക് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാം. അങ്ങനെയുള്ള ഒരു പോളിസി നമ്മൾ എടുത്താൽ എന്ത് അഫക്ട് ചെയ്യും? നമ്മുടെ ഫ്യൂച്ചറിസ്റ്റിക് ആക്ടിവിറ്റീസിനെ അത് അഫക്ട് ചെയ്യും. സോ ദർ ക്യാൻ ബി ചാൻസസ് ദാറ്റ് ദർ ക്യാൻ ഹാവ് എ ലിബറൽ ഡിവിഡൻഡ് പോളിസി. Generally, when you think dividend policy, liberal dividend policy is good. But by seeing the excess working capital, don't go ahead with the liberal dividend policy. That will affect your business profitability. And also it encourages speculation. അതായത് നമ്മൾ ഡിഫറെന്റ് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നു, ആ മാർക്കറ്റിൽ ചെന്നാൽ കൂടുതൽ പൈസ കിട്ടുമെന്ന് ഓർത്ത് നമ്മുടെ പ്രോഡക്റ്റുകൾ വേറെ മാർക്കറ്റിലേക്കൊക്കെ എൻ്റർ ചെയ്യുന്നു. ഓർ വി ആർ ഹാവിംഗ് എ സ്പെക്കുലേറ്റീവ് മൈൻഡ്, വിച്ച് മീൻസ് you may think that in the other market it may also fetch a higher amount of return. Likewise, you make investment in more number of markets without making a proper study about that particular market. That will result in a complete failure of your business decision making. അപ്പം അങ്ങനെ സ്പെക്കുലേഷനിലൂടെ നമ്മൾ ഒരു ഊഹ കച്ചവടം എന്ന് പറയുന്ന പോലെ തന്നെ ഇന്ന മാർക്കറ്റ് ഇറക്കിയേക്കാം, ഇന്ന മാർക്കറ്റിൽ ഇറക്കിയാൽ അവിടെ പ്രോഫിറ്റ് കിട്ടുമായിരിക്കും, ഒരു പ്രോപ്പർ സ്റ്റഡി ഇല്ലാതെ അങ്ങനെ ഇറക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ദാറ്റ് മേ റിസൾട്ട് ഇൻ ഹ്യൂജ് എമൗണ്ട് ഓഫ് ലോസ്. And last one, as a result of the non-performance of the business, because of decreasing in the goodwill of the business, that will also reflect in the market price, and in future the market price of the shares also can come down or it can also fall because the business is showing a profit value but business is not expanding, business is not growing. Because of that, the shareholders will be reluctant to invest in this type of business and thereby they will be moving out and they will be fetching some other investment alternative. So these are the consequences of having excess working capital. So there should be a proper maintenance of your working capital in our business. It should not be excess or it should not be deficient. There should be a proper balance or there should be a maintenance, proper maintenance of our working capital. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ importance of working capital. Hope you understood the topic. If you have any doubts, you could ask in the next session. So we will continue the next session with another topic relating to working capital. So today we are
ending up. So thank you for watching this session. Thank you.